നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ മുങ്ങുകയും അതിന്റെ കണ്ടെയ്നർ നമ്മുടെ കടലിലൊക്കെ തന്നെ അറബിക്കടലിലൊക്കെ തന്നെ വിവിധ മേഖലകളിൽ പതിക്കുകയും ഒക്കെ സാഹചര്യം, മീനടക്കം കഴിക്കാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോഴിതാ വീണ്ടും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഇപ്പോൾ വീണ്ടും കേരള തീരത്ത് കോഴിക്കോട് ഭാഗത്ത് വീണ്ടും ഒരു ചരക്ക് കപ്പൽ, ചൈനയുടെ ചരക്ക് കപ്പൽ കത്തി നശിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. 40ഓളം ജീവനക്കാർ ഈ കപ്പലിലുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ 50ഓളം കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കേരള തീരത്തിന് സമീപം വീണ്ടും ചരക്ക് കപ്പൽ അപകടം വരുമ്പോൾ കോഴിക്കോട് തീരത്തിന് സമീപമാണ് ചരക്ക് കപ്പലിന് തീ പിടിച്ചിരിക്കുന്നത്. തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലെ 50 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. 650ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലാണ് തീപിടുത്തത്തിൽ ഉണ്ടായത്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഭാഗത്തായിട്ടാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത് എന്നാണ് വിവരം. കപ്പലിൽ 40 ജീവനക്കാരുണ്ടെന്നാണ് വിവരം. ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ചൈനീസ് കപ്പലാണിത്. ചൈനീസ് പതാകയുമായി വന്ന ഒരു കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 40 കിലോമീറ്ററിന് അകലെയാണ് ഇപ്പോൾ ഈ ഒരു, അതായത് കോഴിക്കോട് നിന്ന് 40 കിലോമീറ്ററിന് അപ്പുറത്തേക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്നും പുറപ്പെട്ട കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ, വമ്പൻ ചരക്കു കപ്പൽ, അതിന്റെ ബാലൻസ് തെറ്റിയാണ് കടലിൽ പതിച്ചത്. കടലിലെ കടലാക്രമണം കാരണം അതിന്റെ ബാലൻസ് തെറ്റിയാണ് കടലിൽ പതിക്കുകയുണ്ടായി. കടലിൽ മുങ്ങിയത്, പൂർണ്ണമായും കടലിൽ മുങ്ങുകയായിരുന്നു. ഏകദേശം 610ഓളം കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ അടക്കമുള്ളവ കടലിൽ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ വീപ്പകൾ, കണ്ടെയ്നറുകളൊക്കെ തന്നെ പലയിടങ്ങളിലായി, തീരങ്ങളിലായി അടിയുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ആഘാതത്തിൽ നിന്നും കേരളം ഇതുവരെ കരകയറി വന്നിട്ടില്ല. ഇപ്പോഴിതാ MSC എൽസ എന്ന കമ്പനിയുമായി കേരളത്തിന് വലിയ അടുപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു കേസിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നൊരു സാഹചര്യം, സർക്കാർ പറയുന്ന സാഹചര്യം. അതുകൊണ്ട് നഷ്ടപരിഹാരം മാത്രം നൽകിയാൽ മതി എന്നൊരു ഉപാധി മുന്നോട്ട് വെച്ച സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ചൈനയുടെ കപ്പൽ നമ്മുടെ കേരള തീരത്ത്, അതും മറിയുകയല്ല, അതിന്റെ ഒരു ബാലൻസ് തെറ്റി മറിയുകയല്ല, പകരം തീ പിടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. കണ്ടെയ്നറുകൾ പൂർണ്ണമായി കത്തുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഈ 40ഓളം ജീവനക്കാരെ രക്ഷിക്കുക എന്നൊരു നടപടിയാണ് ആവശ്യമായി വരുന്നത്. അവിടേക്കൊക്കെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്തായാലും 650ഓളം വരുന്ന കണ്ടെയ്നറുകളിലെ 50 കണ്ടെയ്നറുകളാണ് പൂർണ്ണമായും കടലിലേക്ക് പതിച്ചത് എന്നാണ് വിവരം. എന്താണ് ഇതിന്റെ കാരണം എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരും.